വളരണം ഈ നാട്, തുടരണം ഈ ഭരണം. വികസനവും കരുതലും ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന UDF സർക്കാർ വികസന രംഗത്തും ജനക്ഷേമത്തിലും അഭിമാനകരമായ നേട്ടങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൈവരിച്ചത്. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇത്രയേറെ വൻകിട വികസന സംരംഭങ്ങൾ ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്ത ഒരു കാലം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി, മെട്രോ റെയിൽ, കണ്ണൂർ വിമാനത്താവളം എന്നീ വൻകിട പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ കേരള ജനതയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ്. 115 പാലങ്ങൾ നിർമ്മിക്കുകയും 400 ദിവസത്തിനുള്ളിൽ 100 പാലങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിരവധി ഫ്ലൈ ഓവറുകളും പാലങ്ങളും റിംഗ് റോഡുകളും നിർമ്മിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ വികസനത്തിൽ അതൊരു നാഴികക്കല്ലാകും. ഒട്ടും വൈകാതെ തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോയുടെ നിർമ്മാണം ആരംഭിക്കാനാവും. 3000 കോടി രൂപ ചെലവഴിച്ച് ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. 240 കുടിവെള്ള പദ്ധതികളിലൂടെ 83 ലക്ഷം പേർക്ക് കൂടി പൈപ്പ് വെള്ളം ലഭ്യമാക്കി. സാമൂഹ്യക്ഷേമം ലക്ഷ്യമാക്കിയാണ് സംസ്ഥാനത്ത് 730 ബാറുകൾ പൂട്ടുകയും 10 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യ നിരോധനം ഏർപ്പെടുത്താനും തീരുമാനിച്ചത്. 18 വയസ്സുവരെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ ചികിത്സയ്ക്ക് 18 കോടി രൂപയും ജന്മനാ ഹൃദയ വൈകല്യം, ജനിതക വൈകല്യം, മറ്റു ഗുരുതര രോഗം എന്നിവരുടെ ചികിത്സയ്ക്കായി 18 കോടി രൂപയും കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയിലൂടെ 568 കുട്ടികളുടെ സൗജന്യ ശസ്ത്രക്രിയയ്ക്കായി 29 കോടിയും UDF സർക്കാർ ചിലവഴിച്ചു. സംസ്ഥാനത്ത് 4 മെഡിക്കൽ കോളേജുകളിൽ കൂടി ആരംഭിക്കുന്നതോടെ ഇടുക്കിയിലും മഞ്ചേരിയിലും വയനാട്ടിലും ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയും 9 മെഡിക്കൽ കോളേജുകളുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്നു. 1 രൂപയ്ക്കും സൗജന്യമായും റേഷൻ അരി 60 ലക്ഷം പേർക്ക് കൂടി നൽകുന്ന പദ്ധതി വ്യാപിപ്പിച്ചുകൊണ്ട് റേഷൻ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കി. തീരദേശത്ത് 1300 ടോയ്ലറ്റുകൾ നിർമ്മിച്ചു നൽകി. PSC നിയമനത്തിന് റെക്കോർഡ് നേട്ടം സൃഷ്ടിച്ചുകൊണ്ട് UDF സർക്കാർ മാതൃകയായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനസമ്പർക്ക പരിപാടി ഭരണരംഗത്ത് സൃഷ്ടിച്ച ജനകീയ വിപ്ലവമായി മാറി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനസമ്പർക്ക പരിപാടി ഭരണരംഗത്ത് സൃഷ്ടിച്ച ജനകീയ വിപ്ലവമായി മാറി. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ജനസമ്പർക്ക പരിപാടി സമാനതകളില്ലാത്ത ഭരണരംഗത്തെ ജനകീയ വിപ്ലവമായതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെയും അഭിനന്ദനത്തിനും അവാർഡിനും അർഹമായത്. ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഈ പരിപാടിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജന പ്രശ്ന പരിപാടി എന്ന് UN വിശേഷിപ്പിച്ചുവെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ശാക്തീകരണത്തിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് ദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയതും കേരളമാണ്. കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ നിന്നും അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും ഭൂമി അനുവദിച്ചു. 30 കൊല്ലത്തിനിടയിൽ ഇത്രയധികം പട്ടയങ്ങൾ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് നൽകിയിട്ടില്ല. ആദിവാസികൾക്ക് ഭൂമി, എല്ലാവർക്കും വീട് പദ്ധതി, ക്ഷേമ പെൻഷനുകളുടെ തുക ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കൽ, മൂലംപള്ളി പാക്കേജ്, ആദിവാസി പാക്കേജ്, എൻഡോസൾഫാൻ പാക്കേജ്, KSRTC പാക്കേജ്, അധ്യാപക പാക്കേജ് എന്നിവ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ ജനവിഭാഗങ്ങളെ ദുരിതത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും രക്ഷിച്ചു. ഓപ്പറേഷൻ കുബേരയിലൂടെയും ഓപ്പറേഷൻ സുരക്ഷയിലൂടെയും ചൂഷണ വിധേയരായ പാവപ്പെട്ടവരെയും ബ്ലേഡ് മാഫിയയുടെ ആക്രമണ ഭീഷണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെയും സംരക്ഷിച്ചു. സാധാരണക്കാരായ പ്രവാസികളുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കാനും സാധിച്ചു. ഈ സർക്കാർ ഭരണം തുടരേണ്ടത് കേരള ജനതയുടെ ആവശ്യമാണ്. ഇത്രയേറെ ജനക്ഷേമ പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കിയ ഈ സർക്കാരിനെ അല്ലാതെ മറ്റാരെ നാം വീണ്ടും തെരഞ്ഞെടുക്കും? വികസന വിരോധികളെയും മതവർഗ വെറിയന്മാരെയും കേരളത്തിന്റെ മണ്ണിൽ ഒറ്റപ്പെടുത്താൻ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് നൽകി അവരെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.